രാഗിന് അരുൺ ശങ്കറും തുടരുന്നുണ്ട്. രാഗിന് ഇപ്പോഴും ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകനായി പ്രദീപ് തുടരുന്നതിനിടയിലാണോ ദേവസ്വത്തിന്റെ സ്പെഷ്യൽ ഗവൺമെന്റ് ലീഡർ പദവി തേടിയെത്തിയത്? അതായത് സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകനായിരുന്നു ഇദ്ദേഹം. ഈ ഘട്ടത്തിലാണ് അതിനുശേഷം പിന്നീട് അദ്ദേഹം നടത്തിയ പ്രതികരണത്തിലടക്കം പറഞ്ഞിരുന്നത് താൻ നേരത്തെ ഈ അഭിഭാഷക വൃത്തിയിൽ ഉണ്ടായിരുന്നു എന്നതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ സ്പെഷ്യൽ ഗവൺമെന്റ് ലീഡർ എന്ന് പറയുന്ന പദവി അദ്ദേഹത്തിലേക്ക് വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്മാർട്ട് ക്രിയേഷൻസിന്റെ റോൾ SIT അടക്കം വളരെ ശക്തമായി കൃത്യമായി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയിട്ടുള്ള സ്വർണ്ണപ്പാളികളടക്കം അവിടെ എത്തിച്ചാണ് വേർതിരിച്ച് കവർച്ച നടത്തിയത് എന്നതാണ് കേസ്. അതുമായി ബന്ധപ്പെട്ട് അതിന്റെ ചുമതലപ്പെട്ട ആളുകളെ അടക്കം പ്രതിയാക്കി കേസെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി മുന്നോട്ട് പോയിരിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് സ്മാർട്ട് ക്രിയേഷൻസിന് വേണ്ടി ഹാജരായിരുന്ന സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകനായിരുന്ന ഈ പറയുന്ന KB പ്രദീപിനെ ഈ പറയുന്ന ഗവൺമെന്റ് ലീഡർ സ്ഥാനത്തിലേക്ക് കൊണ്ടുവന്നത്. മാത്രമല്ല അത് ദേവസ്വം കേസുമായി ബന്ധപ്പെട്ടാണ് എന്നതും വളരെ ഗൗരവതരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഘട്ടത്തിൽ പ്രത്യേകിച്ചും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിലൊക്കെ അതിശക്തമായിട്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ നിയമനം ഇത് പ്രഥമ ദൃഷ്ട്യാ തന്നെ ഇതിനകത്തൊരു വിവാദം ഉണ്ടാകും എന്ന് തീർച്ചയാണ്. സാധാരണഗതിയിൽ ഈ ഒരു വളരെ നിർണായകമായൊരു കേസ് അത് ഇപ്പോൾ ഭരണകക്ഷിയായിട്ട് വരുന്ന UDF അതിശക്തമായി അന്നത്തെ ഭരണകക്ഷിക്കായിട്ടുള്ള LDFനെതിരെ ശക്തമായി ഉന്നയിച്ചൊരു കേസ്. ആ വിഷയത്തിലടക്കം അതിശക്തമായിട്ടുള്ള സ്റ്റാൻഡ് എടുത്തു എന്ന് തങ്ങൾ അവകാശപ്പെടുമ്പോൾ അങ്ങനെ ആ സർക്കാർ ഭരണത്തിൽ അല്ലെങ്കിൽ UDF ഭരണത്തിലേക്ക് വരുമ്പോൾ അപ്പോഴാണ് ഇത്തരത്തിൽ പ്രതിഭാഗം അഭിഭാഷകനെ പിടിച്ച് ഈ പറയുന്ന ഗവൺമെന്റ് ലീഡർ സ്ഥാനത്തിലേക്ക് വെക്കുന്നത്. അതും ദേവസ്വം കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ അത് വലിയ തോതിൽ തന്നെ ചർച്ചയാകുമെന്നും വലിയ വിവാദമാകുമെന്നും ഏതൊരാൾക്കും അറിയാം. ഈ ഘട്ടത്തിൽ തന്നെയാണ് അത് വലിയ ചർച്ചയാവുകയും ചെയ്തത്. ഈ പ്രശ്നം അടക്കം വലിയ തോതിൽ പ്രശ്നമാകുമെന്ന് കണ്ടാണ് VD സതീശൻ ഉൾപ്പെടെ ഇപ്പോൾ ഈ രാജി ആവശ്യപ്പെടുകയും രാജിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തിട്ടുള്ളത്. സ്പെഷ്യൽ ഗവൺമെന്റ് ലീഡർ പദവി രാജിവെച്ചു. വിവാദങ്ങൾക്ക് പിന്നാലെയാണ് മുഖ്യമന്ത്രി രാജി ആവശ്യപ്പെട്ടത്.